ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോച്ചിങ്ങിനൊന്നും പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിച്ച് എങ്ങനെ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 2-3 വർഷത്തിന് മുന്നേ തന്നെ പഠിക്കാൻ ഇറങ്ങിയതാണ് PSCക്ക്. പക്ഷെ ആദ്യം എനിക്കൊന്നും അങ്ങനെ വലിയ ധാരണ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പതിയെ വന്നപ്പം ഞാൻ കുറേയൊക്കെ പഠിച്ചു. എന്നിട്ട് എക്സാം എഴുതി ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലാസ്റ്റ് വരെ കാണുക. ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ മെയിനായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PSC എന്ന് വെച്ചാൽ എന്താണ്, അതായത് PSCയുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ്. അതായത് ശരിക്കും പറയാൻ പോയാൽ 2020 മുന്നേ ഉള്ള PSC അല്ല ഇപ്പം നടക്കുന്നത്. 2021 മുതൽ PSC ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പാറ്റേൺ തന്നെ മാറി. അതായത് അതിന് മുന്നേയൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് ഫുള്ളി വൺ വേർഡ് ആയിരിക്കും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, കൂടുതലും ആവർത്തന ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വരുന്നത്. കാരണം PSCയുടെ കാര്യം എന്ന് പറയുന്നത് എവിടെ നിന്ന് പഠിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. PSC പഠിക്കാൻ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു റാങ്ക് ഫയലാണ് എന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല ആദ്യം വേണ്ടത്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് SCERT ആണ്. SCERT എന്ന് പറയുമ്പം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് പാഠപുസ്തകങ്ങളാണ്. അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ ചോദ്യ പേപ്പർ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ആകെ ചോദ്യങ്ങളും PSC ചോദിച്ചിരിക്കുന്നത് ആ SCERT തന്നെയാണ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് SCERT ചാപ്റ്റേഴ്സാണ്. അപ്പം അതിൽ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കണ്ട. PSCക്കായിട്ടുള്ള ഒരു സിലബസ് തന്നിട്ടില്ലേ, അതായത് 10th ആണോ 12th ആണോ അതോ ഡിഗ്രി ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സിലബസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. സിലബസും കൂടി കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മൾ SCERTയിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക. ഈ പാഠഭാഗങ്ങൾ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ചെയ്തു തരുന്നതായിരിക്കും ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം എന്നുള്ളത്. അപ്പം SCERT ആദ്യം പഠിക്കണം. രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് PSCക്ക് തന്നിട്ടുള്ള സിലബസില്ലേ അതും വെച്ചിട്ട് നമ്മൾ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക. നോട്ട് എവിടെ നിന്ന് ഉണ്ടാക്കും എന്നല്ലേ നിങ്ങളുടെ ചോദ്യം. നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഫോണുള്ളതല്ലേ, ഈ ഫോൺ നോക്കിയിട്ട് നമുക്ക് നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒത്തിരി നല്ല ചാനൽസ് ഉണ്ട്. ഈ ചാനൽസൊക്കെ എടുത്ത് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറേ നോട്ട് നമുക്ക് കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ആ വീഡിയോസിലെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്സ് അടിച്ചു കൊടുത്തിട്ട് ഇതെടുത്ത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് PYQ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സിലബസിൽ ആകെ ഒന്നും ചെയ്തിട്ടില്ലേ പോലും PYQ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 20-30 ഒരു 40% ഒക്കെ നിങ്ങൾക്ക് ഒരു പിടി കിട്ടും. അതായത് ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ പഠിക്കണം, ഏത് മേഖലയിലാണ് അവർ കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് PYQ ഒത്തിരി ഉപകാരപ്പെടും. അപ്പം PYQ നല്ലോണം നോക്കുക. അതും 2020 മുന്നേ പോകണ്ട, 2021, 22, 23, 24, 25 പ്ലസ് 26 ഈ വർഷങ്ങളിലേക്ക് നോക്കണം. 2023 മുന്നേ ഉള്ളത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 23, 24 ഇങ്ങോട്ടുള്ളത് നമ്മൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. അത് നമുക്ക് വളരെ 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 ഉപകാരപ്പെടും. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവത്തില്ല കേട്ടോ, എക്സാം എഴുതുന്ന സമയത്താണ് കൂടുതലും മനസ്സിലാവുക. ഇതാണ് അപ്പം 3rd പോയിൻ്റ് എന്ന് പറയുന്നത്. കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് PSCക്ക് സിലബസ് തന്നിട്ടില്ലേ, PSCക്കായിട്ടുള്ള സിലബസ് തന്നിട്ടില്ല. ആ സിലബസിൽ കുറേ ടോപ്പിക്സ് ഉണ്ട്. ഈ ടോപ്പിക്സ് എല്ലാം തന്നെ പഠിച്ചിട്ട് പോകണമെന്നുള്ള യാതൊരു നിർബന്ധമില്ല. വേണം, പക്ഷെ എന്നാലും ചിലതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോട്ട് ടോപ്പിക്സ് എന്നും പറഞ്ഞ് കുറേ കിടപ്പുണ്ട്. അതായത് ചില ടോപ്പിക്സ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ
നമുക്ക് കുറേ മാർക്സ് നേടിയെടുക്കാൻ പറ്റും. ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഈ മേഖലയിലാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്ന്. അതിനാണ് പറയുന്നത് PYQ നിങ്ങൾ നോക്കണം എന്നുള്ളത്. അപ്പം 4ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളത്. അപ്പം ഇതിനും നിങ്ങൾക്ക് വേണ്ടവർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്. ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തനി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പഠിച്ചാലും ഇത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് പഠിച്ചാൽ പോലും എന്തോരം നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്, അതിനെ എത്രത്തോളം നമ്മൾ മനസ്സിലിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിലാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്ന് പറയുമ്പം ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് നാളെ കഴിഞ്ഞാകുമ്പോൾ കുറേ ഇങ്ങനെ മറന്ന് വരും. മനുഷ്യരല്ലേ, അപ്പം അതങ്ങനെ മറന്നു വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു കാര്യം പഠിക്കുന്നു, അത് നാളെ തന്നെ റിവിഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന് തന്നെ റിവിഷൻ ചെയ്യുക പറ്റിയില്ലെങ്കിൽ നാളെ തന്നെ ചെയ്യുക. നാളെ എന്ന് പറയുമ്പം നാളെ ചെയ്യാൻ ഒരു കുറച്ച് സമയമേ എടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ചെയ്യുക. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്യുക. പിന്നെ ഒരു 4 ദിവസം കൂടി ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ ഒരു സംഭവം തന്നെ ഒരു മാസത്തിൽ ഒരു 5-6 തവണ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അത് മൈൻഡിൽ എന്തായാലും നിൽക്കും. മൈൻഡിൽ നിന്നും പോകത്തില്ല. ഇതാണ് റിവിഷൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡ്. അപ്പം പിന്നെ അടുത്ത മാസം തോന്നുമ്പം ഒരു 8 ദിവസം കൂടുമ്പോൾ ചെയ്യണം. അങ്ങനെ ദിവസങ്ങൾ കൂട്ടി വരുമ്പം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലോണം മനസ്സിൽ നിൽക്കും. അപ്പോൾ ഇതാണ് 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി പോയിൻറ്റ്സൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കമൻസിലൊന്ന് അറിയിക്കുക.